സംസ്ഥാനത്തെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ശമ്പളം കിട്ടാതെ വലയുന്നു. ഡയറ്റിലെ 500-ലധികം ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളമില്ല. ഫയലിൽ തീരുമാനമെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വിദ്യാഭ്യാസ വകുപ്പ് ഫയലിന്മേൽ ധനവകുപ്പിൽ നിന്നാണ് ശമ്പള വിതരണത്തിനുള്ള നിർദ്ദേശം നൽകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കണ്ടിട്ടും നടപടിയില്ല എന്നാണ് പരാതി. സനിറ്റ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സനിറ്റ, 500-ലധികം ജീവനക്കാരാണ് 2 മാസമായി ശമ്പളമില്ലാതെ വലയുന്നത്. ഇത് കൃത്യമായി എന്തുകൊണ്ടാണ് ഈ വീഴ്ച എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ മന്ത്രിയെ കണ്ട് ഈ കാര്യം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ജീവനക്കാർക്കാണ് 2 മാസമായി വേതനം ലഭിക്കാത്ത സാഹചര്യമുള്ളത്. ഇത് 2 മാസമല്ല, നമ്മൾ സംസാരിച്ചപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 3 മാസമായി ഇവർക്ക് വേതനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഏറെ ഇത്തരത്തിൽ പരാതികൾ നൽകിയിട്ടാണ് 1 മാസത്തെ വേതനം ഇവർക്ക് അനുവദിച്ച് നൽകിയത്. അത് വലിയ കടുത്ത പ്രതിസന്ധി തന്നെയാണെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശമ്പള ഫയലിൽ തീരുമാനമെടുക്കാത്തതിനാലാണ് ജീവനക്കാർക്ക് ഇത്തരത്തിൽ വേതനം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസമാണ് ഇവർ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഇത്തരത്തിൽ പരാതികൾ ഉന്നയിച്ച് ഇവർ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പു നൽകിയത് ഇത്തരത്തിൽ ഇവർക്ക് ഉടൻ തന്നെ മുടങ്ങാതെ അല്ലെങ്കിൽ കൃത്യസമയത്ത് വേതനം ലഭിക്കും അങ്ങനെ ഒരു ഉറപ്പായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ അത് പാഴ്വാക്കാണ് എന്ന് അവർ തന്നെ പറയുന്നു. തുടർന്ന് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ഇവർ കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും ഉറപ്പ് നൽകി. എന്നാൽ അതിലൊന്നും പരിഹാരം കാണുന്നില്ല എന്നാണ് ഇവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 500-ലധികം ജീവനക്കാർക്കാണ് 2 മാസമായുള്ള വേതനം ഇതുവരെ മുടങ്ങിക്കിടക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ടിട്ടും ഇവർക്ക് ഉറപ്പ് നൽകുന്നില്ല. ഈ LP UP ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന യോഗ്യതരായ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലാണ് ഈ ഡയറ്റുകൾ. ഇവർക്കാണ് സംസ്ഥാനത്ത് 14 സ്ഥാപനങ്ങളാണ് ഇങ്ങനെ ഉള്ളത്. ഓരോ ജില്ലയിലും ഓരോ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇവർക്കാണ് ഇപ്പോൾ വേതനം ലഭിക്കാത്ത സാഹചര്യമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായി ഇതിനെ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. എന്തായാലും വരും ദിവസങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. അരുണ്യ, ശരി, വ്യക്തമാണ്. സനിറ്റയാണ് വിവരങ്ങൾ നൽകിയത്.